പോലീസ് ഇപ്പോൾ കുട്ടിയുടെ ഫോട്ടോ അടക്കം യാത്രക്കാരെ കാണിക്കുന്നുണ്ട്. പോലീസ് കുട്ടിയുടെ ഫോട്ടോ യാത്രക്കാരെ പരിശോധന കഴിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ സ്ലീപ്പർ കമ്പാർട്ട്മെന്റുകളുള്ള ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. യാത്രക്കാരെ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന പുരോഗമിക്കുന്നുണ്ട്. ഒരുവിധം എല്ലാ കോച്ചുകളും ഇതിനോടകം തന്നെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. RPFിന്റെയും മറ്റ് പോലീസ് സേന അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഈ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത്. സ്ലീപ്പർ കോച്ചിലേക്കാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ കയറിയിരിക്കുന്നത്. SIT ഈ ട്രെയിനിൻ്റെ ആരണോയ് എന്ന് പറയുന്ന എക്സ്പ്രസ്സിലെ SIT കോച്ചിലേക്കാണ് ഉദ്യോഗസ്ഥർ കയറി പരിശോധന നിലവിൽ നടത്തുന്നത്. ട്രെയിനിൻ്റെ എല്ലാ മേഖലയിലും അതുപോലെ അതായത് ശുചിമുറികളിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട് പോലീസ്. യാത്രക്കാർക്ക് കൃത്യമായി ഈ കുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് പരിശോധന നടത്തുന്നത്. കുട്ടി ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നെന്ന വിവരം നേരത്തെ പോലീസിന് ലഭിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ട്രെയിനിൽ ഉണ്ടായിരുന്ന TT മാർക്കാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം ആദ്യം നൽകിയത്. പിന്നീട് ഇവർ ഫോട്ടോ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ട്രെയിനിൽ പരിശോധന നടത്തിയത്. ഇതിൻ്റെ ഇടയിലാണ് ഈ കുട്ടി ഈ ട്രെയിനിൽ ഉണ്ട് എന്ന വിവരം, ചെറിയ രീതിയിലുള്ളൊരു വിവരം ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ അരുണ എക്സ്പ്രസിൻ്റെ സ്ലീപ്പർ കോച്ചുകളിലാണ് നിലവിൽ ഈ പരിശോധന പുരോഗമിക്കുന്നത്. നിലവിൽ SIT നേരത്തെ AC കോച്ചുകളിൽ പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ സ്ലീപ്പറിൻ്റെ SIT കോച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ S9 കോച്ചിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥർ ഈ TT മാരോട് ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ കുട്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ TT മാരോട് ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടത്തുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. RPFിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ പരിശോധനയ്ക്ക് വേണ്ടി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ S9 കോച്ചിലെ പരിശോധനയും പൂർത്തിയായിരിക്കുന്നു. ഉദ്യോഗസ്ഥർ അടുത്ത സ്ലീപ്പർ കോച്ചായിട്ടുള്ള S10ലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥർ യാത്രക്കാർക്കിടയിലും ഓരോ ബർത്തുകൾക്കിടയിലും ശുചിമുറികൾക്കിടയിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇതുവരെയും പോലീസിനെ കണ്ടെത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ മറ്റ് സേനാ വിഭാഗങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അവർ കൃത്യമായി ഈ ട്രെയിനിൽ കുട്ടിയുണ്ട് എന്ന വിവരം ലഭിച്ചത് മുതൽ തന്നെ കൃത്യമായി പരിശോധന നടത്തിയിരുന്നു. TT മാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഇപ്പോൾ ട്രെയിന് എന്തായാലും ഇക്ബാലെ പരിശോധന തുടരുക തന്നെയാണ്. പോലീസ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ അരുണ എക്സ്പ്രസിൽ പോലീസ് ഇപ്പോഴും പരിശോധന നടത്തുകയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിയായ 13-കാരിക്ക് വേണ്ടി അന്വേഷണം നടക്കുകയാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് എത്തിയ ട്രെയിൻ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നു. പോലീസിന്റെ പരിശോധനയ്ക്കായി പോലീസ് ട്രെയിനിനകത്ത് പരിശോധിക്കുകയാണ്. കുട്ടിയുടെ ഫോട്ടോ യാത്രക്കാരെ കാണിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയാണ് പോലീസ്. വിവരങ്ങൾ തേടുകയാണ്. TV പ്രസാദ്, പാലക്കാടാണ് ഇപ്പോൾ ട്രെയിൻ എത്തിയിരിക്കുന്നത്. ട്രെയിനിനുള്ളിൽ പോലീസ് ഊർജിതമായ പരിശോധന നടത്തുന്നു. പ്രസാദ്, അതുതന്നെയാണ് ഇതിലൊരു നേരത്തെ ഉള്ള ആശ്വാസകരമായ വാർത്തയ്ക്ക് ഒരു എതിരായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്പസമയം മുമ്പ് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് നിയാസാണ് നമ്മളോട് ക്യാമറയിൽ തന്നെ പ്രതികരിച്ചത്. നിലവിൽ കുട്ടിയെ കിട്ടിയിട്ടില്ല, അത് വസ്തുതയാണ്. നേരത്തെ നമ്മൾ വ്യക്തിപരമായും പല പോലീസ് ഉദ്യോഗസ്ഥരോടും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരോടും സംസാരിക്കുകയും ചെയ്തു. ഉണ്ടായ സംഭവം ഇതാണ്. അതായത് ഒരൊറ്റ CCTV മാത്രമാണ് കിട്ടിയത്. നമ്മൾ ആ CCTV കണ്ട ഉടൻ തന്നെ ഇവിടുത്തെ പോലീസ് മറ്റ് ജില്ലകൾക്ക് വിവരം കൊടുക്കുകയായിരുന്നു. അതായത് ട്രെയിനിൽ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോലീസ് വണ്ടികൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. എൻ്റെ കൂടെയുള്ളത് ഇപ്പോൾ ഈ കാണുന്നത് കഴക്കൂട്ടം ACPയുടെ വണ്ടിയാണ്. ഇപ്പോൾ വീണ്ടും പരിശോധന നടത്താൻ അറിയില്ലല്ലോ. ഇവിടെ പാലക്കാട് കണ്ടില്ല. അല്ല, തൃശ്ശൂർ കഴിഞ്ഞാൽ അടുത്ത പാലക്കാട്. ഇതുവരെ കണ്ടിട്ടില്ല. ഇതിൽ നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ കോയമ്പത്തൂരിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും. അവിടെ കൂടെ നോക്കാം. പരിശോധന 2 റൗണ്ട് പരിശോധന നടത്തി ഇതിനകത്തുനിന്ന് വിവരങ്ങൾ കിട്ടിയില്ല. TT മാരോട് ചോദിച്ചിരുന്നു. അവരെന്തെങ്കിലും TT മാരെ ചോദിച്ചാൽ അവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അവർ കണ്ടിട്ടില്ല. യാത്രക്കാരത്തും TT മാരെ നമ്മൾ എൻക്വയറി ചെയ്ത് കണ്ടിട്ടില്ല, കാണാൻ പറ്റിയില്ല. ഇതുവരെ നമുക്ക് ഒരു അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ഇല്ല. നോക്കാം സാർ, കേട്ടോ. ഇക്ബാൽ, ഇപ്പോൾ ട്രെയിൻ പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ വിട്ട് ട്രെയിൻ പോവുകയാണ്. എന്താണ് സാഹചര്യം? ആ ട്രെയിനിൽ ഇല്ല എന്നുള്ള തരത്തിലാണോ?
രോഷ്നി, ഈ ട്രെയിനിൽ അരുണോയി എക്സ്പ്രസിൽ കുട്ടി ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ട്രെയിനിനകത്ത് കുട്ടിയില്ല. പോലീസ് 3 റൗണ്ടോളമാണ് ഇതിനകത്ത് പരിശോധന നടത്തിയത്. വിവിധ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ പരിശോധന തുടർന്നിരുന്നു. പക്ഷേ ഈ പരിശോധനയിലൊന്നും ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും കോയമ്പത്തൂരിലേക്കാണ് അടുത്തത്. ഈ ട്രെയിൻ അടുത്ത സ്റ്റോപ്പുള്ളത് കോയമ്പത്തൂരിലാണ്. അവിടെ എത്തിയതിനു ശേഷം വീണ്ടും തുടർന്ന് പരിശോധനകൾ നടത്തും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സാർ, കോയമ്പത്തൂരിലേക്ക് വിവരം നൽകിയിട്ടുണ്ടല്ലോ? വിവരം നൽകിയിട്ടുണ്ട് കേട്ടോ. അവിടെയും RPF നേതൃത്വത്തിൽ അവിടെ എല്ലാവരും പോലീസുകാരും RPF ചേർന്ന് പരിശോധന നടത്താനായിരിക്കും. ഈ ട്രെയിനിൽ എക്സ്പോർട്ട് സർവീസ് ഉണ്ടാകുന്നില്ല. TT-മാരാണ് ആദ്യം പരിശോധന നടത്തിയത്. നമ്മളിപ്പോൾ TT-ടുത്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ TT-ക്ക് അതിനെ പറ്റി വിവരങ്ങൾ കിട്ടിയിട്ടില്ല, അറിയുന്നില്ല, കണ്ടിട്ടില്ല. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് ആരും കണ്ടിട്ടില്ല. ടിക്കറ്റ് എടുക്കാണ്ട് കയറിയത് കൊണ്ട് തന്നെ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും സ്റ്റോപ്പുകളിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ എൻ്റെ കൂടെ നമ്മൾ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. നമുക്കിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം ഇപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പാലക്കാട് നോക്കിയെന്നുണ്ടെങ്കിൽ അടുത്ത് കോയമ്പത്തൂരോട് ഞങ്ങൾ അറിയിക്കും. നമ്മളിപ്പോൾ ഏതൊക്കെ ടീമിൻ്റെ നേതൃത്വത്തിൽ പരിശോധന? ഇപ്പോൾ RPF, GRP, റെയിൽവേ പോലീസ്, നമ്മൾ RPF. പക്ഷേ ഒരു വിവരം നിലവിൽ കിട്ടിയിട്ടില്ല. ഇനി കോയമ്പത്തൂരായിരിക്കും അടുത്ത കോയമ്പത്തൂർ വിളിച്ചു പറയാം. രോഷ്നി, എന്തായാലും അടുത്ത പരിശോധന നടക്കുക കോയമ്പത്തൂരിൽ വെച്ചായിരിക്കും. അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഉദ്യോഗസ്ഥർ കൈമാറിയിട്ടുണ്ട്. ഏതായാലും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ ട്രെയിൻ എത്തിയ സമയത്ത് നടത്തിയ പരിശോധനയിൽ കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥർ 3 തവണയോളം മാറി ഈ പ്ലാറ്റ്ഫോം ഈ കമ്പാർട്ട്മെന്റുകളിലെല്ലാം കയറി ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു. ശുചിമുറിക്ക് അകത്ത് ഉൾപ്പെടെ കയറി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. യാത്രക്കാരോടും അതുപോലെ തന്നെ TT-മാരോടും കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചു കൊടുത്താണ് ചോദിച്ചിരുന്നത്. പക്ഷേ ആർക്കും തന്നെ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഈ ട്രെയിനിൽ RPF ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല. പകരം TT-മാരായിരുന്നു ഈ കുട്ടിക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ ട്രെയിനകത്ത് അന്വേഷിച്ചിരുന്നത്. പക്ഷേ അവർക്ക് പോലും ആ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നേരത്തെ തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷം തന്നെ നമ്മൾ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ ഈ TT-മാർ കുട്ടിയെ കണ്ടെത്തിയിട്ടില്ല എന്ന വിവരമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നത്. ഏതായാലും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴും പരിശോധനയിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ട്രെയിൻ നേരെ പോയിരിക്കുന്നത് കോയമ്പത്തൂർ ഭാഗത്തേക്കാണ്. അവിടെയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദമായിട്ടുള്ള പരിശോധന തുടരും.